പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ മക്കളെല്ലാവരും ഇതാ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാ. ലോകം മുഴുവനെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാ. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുന്നു കർത്താവേ. ഈ മക്കളുടെ എല്ലാ വേദനകളും സമർപ്പിക്കുന്നു. ദുരിതങ്ങളും ആകുലതകളും ഭാരങ്ങളും തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല ഈശോ, അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല. സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ലെന്ന് ഏറ്റുപറയുന്നു. ഭൂമിയിലും അങ്ങയല്ലാതെ ആരെയും ഞങ്ങൾ തേടുന്നില്ല. സർവശക്തനായ കർത്താവേ, ഒരു ജനം മുഴുവൻ നിലവിളിച്ചപ്പോൾ അടിമത്തത്തിൻ്റെ മണ്ണിലേക്ക് അങ്ങിറങ്ങി വന്നതുപോലെ കണ്ണുനീരിൽ, ഭാരങ്ങളിൽ, രോഗത്തിൽ, കഷ്ടതയിൽ, പൈശാചിക ബന്ധനങ്ങളിലൊക്കെ തകർക്കപ്പെട്ടു കിടക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഈ പ്രാർത്ഥനയുടെ സമയം അങ്ങിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? എല്ലാ വേദനകളും കർത്താവേ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവമാണല്ലോ അവിടുന്ന്, സർവശക്തനാണല്ലോ കർത്താവേ. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ദൈവത്തിൻ്റെ ശക്തി ഈ വചനത്തിലൂടെ വന്ന് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ട നിന്റെ ജനത്തിൻ്റെ കണ്ണുനീര് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു. ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് യാചിക്കുകയാണ്. തകർന്ന തളർന്ന ഓരോ ജീവിതത്തെയും ഈശോയെ ഈ പ്രഭാതത്തിൽ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഈ സമയം നീ ഇറങ്ങി വരണേ ഈശോ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ ഈശോ. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് വാ ഈശോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കേ ഈശോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വാ ഈശോ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുക ഈശോ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക ഈശോ. നിൻ്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണേ ഈശോ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയട്ടെ ഈശോ. അവരുടെ ബുദ്ധി, മനസ്സ്, ചിന്ത, ഭാവന, ഓർമ്മ പരിശുദ്ധാത്മാവേ പ്രഭാതത്തിൽ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരിലേക്കെല്ലാം ദൈവമേ നിൻ്റെ സ്നേഹം വന്ന് നിറയട്ടെ. ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. നിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് മക്കളിതാ ശിരസ് നമിച്ച് നിൽക്കുകയാണ്. അപ്പാ, നിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്കതു മാത്രം മതി അപ്പാ, ഞങ്ങൾക്കതു മാത്രം മതി. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങൾ ഈശോ ഈ സമയം നിൻ്റെ തിരുസന്നിധിയിലേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവസ്നേഹം നിറയ്ക്കണേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാം. കൈക്കുഞ്ഞുങ്ങൾ, ബാലിക ബാലന്മാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, പലവിധ ജോലി മേഖലയിലായിരിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബജീവിതം നയിക്കുന്ന മക്കൾ തുടങ്ങി പല മേഖലയിലായിരിക്കുന്ന, പലവിധ അവസ്ഥകളിലായിരിക്കുന്ന നമ്മുടെ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന, പലവിധ പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെയെല്ലാം കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. അറിവിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലും പാഠ്യവിഷയങ്ങളിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും കഴിവുകളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിരൽ തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ അവരെ സഹായിക്കണമേ. അലസതയും അസ്വസ്ഥതയും നീക്കി ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ കൊടുത്ത് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയം ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പരിശുദ്ധ അമ്മ വഴി നിത്യപിതാവിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോയെ, വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് നിറയട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം ചൊല്ലി നമ്മുടെ മക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്നതിന് മുമ്പും പഠനത്തിനിടയ്ക്കും വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും. വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ അധ്യാപകൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നു. അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വചനങ്ങളും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു. എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു. പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടുന്ന് എനിക്ക് നൽകും. ഞാനെപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും. ഈശോയെ, ഈ സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം പരീക്ഷാ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വഴികാട്ടി നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കട്ടെ. 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച അനേകരിൽ
ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളുടെ മേലും നിന്റെ കരം പ്രവർത്തിക്കണമേ. എനിക്ക് വഴി കാട്ടിത്തരണമേ ഈശോ. മുന്നോട്ട് വഴി കാണാതെ അലയുന്ന എൻ്റെ ജീവിതത്തിൽ നീ വെളിച്ചം വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ ഈ സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവരെന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.